ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റ്സിൽ കറക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ പല ക്ലയൻസും നമ്മളെ കണക്ട് ചെയ്തിട്ട് ചോദിക്കുന്നത് നമുക്കിപ്പോൾ എക്സിറ്റ് ചെയ്യണോ, മാർക്കറ്റിനെ ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം റീ എൻട്രി ചെയ്താൽ മതിയോ എന്നെല്ലാം കണക്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യകത ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഗോൾ എന്ത് പർപ്പസിന് വേണ്ടിയാണോ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തി യാത്ര തുടരുന്നത്, ആ ആവശ്യകത ഇപ്പോൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ഇപ്പോഴത്തെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് എക്സിറ്റ് അടിച്ച് ഇരിക്കുക. അല്ല, നിങ്ങളുടെ ഒരു ആവശ്യകത ഇപ്പോഴൊന്നുമല്ല, ഒരു ലോങ് ടൈം ഗോളിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടങ്ങിയതെന്നുണ്ടെങ്കിൽ ആ ജേണി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. കാരണം മാർക്കറ്റ്സ് ഇങ്ങനെ ഒരു കറക്ഷൻ ടൈമിൽ നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റ്സ് അക്യുമുലേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കിപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് കുറച്ച് ടോപ്പ് അപ്പ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രോത്ത് കൂടുതൽ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. മാർക്കറ്റിൻ്റെ ഈ രീതിയിലുള്ള ടെൻഷൻ വന്നിട്ടുള്ളൊരു യുദ്ധസമാനമായ സാഹചര്യങ്ങളുള്ള ടൈമിൽ മാർക്കറ്റ് കറക്ഷൻ വന്നതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കി കഴിഞ്ഞൊരു 40 വർഷത്തെ ഹിസ്റ്ററി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 8 പ്രാവശ്യത്തോളം ഈ ഒരു രീതിയിലൊരു കറക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ 7 പ്രാവശ്യവും നമ്മൾ കണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ മാർക്കറ്റ്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ലൊരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് കസ്റ്റമേഴ്സിന് കിട്ടിയിട്ടുള്ളതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങളിതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ ഇൻവെസ്റ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുക. നിങ്ങളുടെ ആവശ്യകത ഇപ്പോൾ ഇല്ല എന്നാണെങ്കിൽ ഈ മാർക്കറ്റിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ കണ്ട് പാനിക്കായിട്ട് സെല്ല് ചെയ്യാതെ ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുന്നതിന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.